ഇന്ന് നമ്മൾ പഠിക്കുക പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ലിമിറ്റിനെ പറ്റിയാണ്. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ നിങ്ങൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. ഇത് പലപ്പോഴും നമ്മളുടെ ഡിഫക്റ്റീവ് ഐറ്റംസ് പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ ഇത് പലപ്പോഴും ലാർജ് സാമ്പിൾസ് ആയിരിക്കും. അപ്പോൾ ആ ലാർജ് സാമ്പിൾസിൽ ഇത്ര ഐറ്റംസ് ഡിഫക്റ്റീവ് ആണ്. അങ്ങനെയാണ് എങ്കിൽ അത് പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനുമായിട്ട് അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. ഇവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ലിമിറ്റ് ആണ് കണ്ടെത്തുക. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യനിൽ നമുക്ക് ലാർജ് സാമ്പിൾസ് തന്നിരിക്കും, അതിൻ്റെ ഡിഫക്റ്റീവായിട്ടുള്ള നമ്പർ തന്നിരിക്കും. ദെൻ അതിനുശേഷം അതിൻ്റെ എന്താണ് ഈ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുക. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുക പി പ്ലസ് ഓർ മൈനസ് ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ്. പി എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ്. ടി എന്ന് പറയുന്നത് ടേബിൾ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ അത് ലാർജ് സാമ്പിൾസ് ആകുന്നത് കൊണ്ട് അതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസും ലാർജ് സാമ്പിൾസ് ഇൻഫിനിറ്റി ഡിഗ്രി ഓഫ് ഫ്രീഡവുമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് അതനുസരിച്ചുള്ള ടേബിൾ വാല്യൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല എങ്കിൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻഫിനിറ്റി ആണ് എങ്കിൽ അതിൻ്റെ ടേബിൾ വാല്യൂ നമുക്കറിയാം 1.96 ആണ്. സ്റ്റാൻഡേർഡ് എറർ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രൊപ്പോർഷൻ്റെ കേസിൽ നമ്മൾ നേരത്തെയും സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പി ഈസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ. പി എന്താണെന്ന് അതിൻ്റെ പ്രൊപ്പോർഷൻ വാല്യൂ ആണ്. ക്യൂ എന്ന് പറയുന്നത് 1ൽ നിന്നും പി കുറയ്ക്കുമ്പോൾ ക്യൂ ലഭ്യമാകുന്നതുമാണ്. എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ റേഞ്ച് ലോവസ്റ്റ് ലെവലും ഹയസ്റ്റ് ലെവലും കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് എൻ എന്ന് പറയുന്നത് 400 ആണ്. അതിൻ്റെ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 40 ആണ്. ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പി എന്ന് പറയുക 40 ഡിവൈഡഡ് ബൈ 400 ആണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക 400 ഓറഞ്ച് നമ്മൾ എടുക്കുമ്പോൾ അതിൽ 40 എണ്ണം ഡിഫക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 400 സാമ്പിൾസ് ആണ് നമ്മളിവിടെ എടുത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓൾ കൺസൈൻമെൻറ്റിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഡിഫക്റ്റീവ് എത്രയായിരിക്കാം? അപ്പോൾ അവിടെ ആ ഓൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് അവിടെ എന്താണ്? പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ നമുക്കറിയില്ല, എന്നാൽ സാമ്പിളും അതിൻ്റെ പ്രൊപ്പോർഷനും നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ പോപ്പുലേഷൻ്റെ പ്രൊപ്പോർഷൻ ഏത് റേഞ്ചിലായിരിക്കും എന്ന് നമ്മൾ കണ്ടെത്തണം. ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുക നമുക്കറിയാം പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ്റെ കോൺഫിഡൻസ് ലിമിറ്റ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ പി പ്ലസ് ഓർ മൈനസ് ടി
ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ എന്നാണ്. ടി ഇൻറ്റു സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ പി എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊപ്പോർഷൻ നമ്മൾ കണ്ടെത്തുക. നമുക്കറിയാം 40/400 ആണ്. അപ്പോൾ അതിൻ്റെ 0.1 ആയിരിക്കും പി എന്ന് പറയുക. പി എന്ന് പറയുന്നത് 0.1 ആണ്. ദാറ്റ് ഈസ് 40/400. ഇനി ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? സാമ്പിൾ സൈസ് ലാർജ് ആണ്. ഇതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ അത് 5% ആയിട്ട് എടുക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം ലാർജ് സാമ്പിൾസ് ആയതുകൊണ്ട് അത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റിയിൽ നമ്മളുടെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇസഡ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ തന്നെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് തന്നെ 1.96 ആണ്. അപ്പോൾ 5% നമുക്കെന്താണ്? അത് ആ റേഞ്ചിന് ഔട്ട്സൈഡിൽ വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് 95% എന്തായിരിക്കും? അതിൻ്റെ കോൺഫിഡൻസ് ലിമിറ്റിൽ ആ റേഞ്ചിനുള്ളിൽ വരാനുള്ള, പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആ റേഞ്ചിനുള്ളിൽ വരാനുള്ള സാധ്യതയായിരിക്കും. ഇനി തുടർന്ന് നമ്മളുടെ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ 1.96 ആണ് ടേബിൾ വാല്യൂ എന്ന് പറയുക. അടുത്തതായി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളുടെ ഇക്വേഷൻ സ്ക്വയർ റൂട്ട് ഓഫ് PQ ഡിവൈഡഡ് ബൈ N. പി എന്ന് പറയുന്നത് നമുക്കറിയാം 0.1 ആണ്. ഇൻറ്റു Q എന്ന് പറയുന്നത് 1 മൈനസ് P ആണ്. ദാറ്റ് ഈസ് 0.9 വരും. ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് 400 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 0.1 ഇൻറ്റു 0.9 ഡിവൈഡഡ് ബൈ 400 എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് 0.015 ആണ് കിട്ടുക. ഇനി അത് ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് 0.1 പ്ലസ് ഓർ മൈനസ് ടി എന്ന് പറയുന്നത് 1.96 ഇൻറ്റു അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ 0.015 എന്ന് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുക 1 പ്ലസ് ഓർ മൈനസ് 0.0294 എന്നാണ്. ആയതിനാൽ 1ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 0.294 ആഡ് ചെയ്യുക 0.1ൻ്റെ കൂടെ. ദെൻ അതുപോലെ തന്നെ 0.1ൽ നിന്നും 0.0294 ലെസ് ചെയ്യുക. 0.1 ആണ് പി എന്ന് പറയുക. അപ്പോൾ നമ്മളുടെ റേഞ്ച് എന്ന് പറയുക 0.0706 അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 0.1ൻ്റെ കൂടെ അത് ആഡ് ചെയ്യുമ്പോൾ 0.1294 എന്നുള്ളതുമാണ്. അപ്പോൾ അത് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7.06% അതിൻ്റെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 12.94% അപ്പോൾ തന്നിരിക്കുന്ന സാമ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 0.1 ആണ്. അപ്പോൾ ആ 0.1നെ റെപ്രസെൻ്റ് ചെയ്യുന്ന പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ വരാനുള്ള റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ലെങ്കിൽ 7.06%, 12.94% ആണ് പെർസെൻറ്റേജിൽ പറയുമ്പോൾ. അല്ലാതെ അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂവും പറയുമ്പോൾ 0.0706നും 0.1294നും ഇടയിലാണ് അത് വരാനുള്ള സാധ്യത എന്ന് പറയുക. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ വാല്യൂ വരാനുള്ള സാധ്യത.